പിന്നെന്താ ഇവിടെ വലിയ വിഷയം എന്താ? സിഹിർ. അങ്ങനെ തിരിച്ചു മറിച്ചും കണ്ടോ നബി അന്തം കമ്മിയാണ്. ഇവിടെ മുസ്ലിയാർ പ്രസംഗിച്ച CD എന്റെ ഉണ്ട്. നിശ്ചയിച്ചാല് നബിക്ക് സിഹിർ ബാജിന് മുഹമ്മദ് നബി അന്തം കമ്മിയായിട്ട് നടന്നു. അന്തം കമ്മിയായിട്ട് നടന്നു എന്ന് വരെ ഇവിടെ പറഞ്ഞില്ലേ? എന്നാൽ ഞങ്ങൾ ചോദിച്ചല്ലോ, ഷബാബിൽ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഞാൻ വായിക്കുന്നതിന് മുമ്പ് പലപ്പോഴും വായിച്ചു. കണ്ടോളൂ, സിഹിർ യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞ ഷബാബ്. ഇത് 2000-ന് ശേഷമുള്ള ഷബാബാണ്. 2000-ന് ശേഷമുള്ള ഷബാബ്. സിഹിർ യാഥാർത്ഥ്യം ആരത് കൃത്യം പറഞ്ഞു. നബിക്ക് സിഹിർ ബാധിച്ചു. അത് കണ്ടപ്പോ രണ്ടാമത് വീണ്ടും സംശയം ഉണ്ടായിട്ട് ചോദിച്ചു, നബിക്ക് സിഹിർ ബാധിച്ചു എന്ന് പറഞ്ഞത് ശരിയാകും? നബിക്ക് സിഹിർ ബാധിച്ചു എന്നുള്ളത് ശരിയാണ്. അത് ഖുർആനിനെതിരല്ല, ഹദീസിനെതിരല്ല എന്ന് ശക്തമായി തന്നെ ചെറിയ മുണ്ടം എഴുതിയ ലേഖനം ഷബാബിലാണ്. മിണ്ടൂലവര് എന്തേ? അതേ ശംസുദ്ദീൻ ഭാരത് പറയുന്നു, ഡോക്ടർ സുബൈർ പറയുന്നു, അബ്ദുറഹ്മാൻ സലഫി പറയുന്നു. അങ്ങനെ ഓരോരുത്തരും ക്ലിപ്പിങ്ങനെ മാറ്റി മാറ്റിയിട്ട് ആരിഫ് ഇബ്നു സലീം പറയുന്നു, ഷബാബും പറയുന്നു, ചെറിയ മുണ്ടവും പറയുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത് ചെറിയ മുണ്ടവും പറയുന്നു, അബ്ദുറഹ്മാൻ സലഫിയും പറയുന്നു, അതുപോലെ തന്നെ ഡോക്ടർ സുബൈറും പറയുന്നു, റഊഫ് മദനിയും പറയുന്നു, അലിമുല്ലാക്കെ എതിർക്കുന്നു. എന്തലിമുല്ലാക്ക ഇവരുടെ മുന്നിൽ? അബ്ദുറഹ്മാൻ സലഫിയുടെ മുന്നിൽ, ശംസുദ്ദീൻ ഭാരത്തിന്റെ മുന്നിൽ, അതുപോലെ തന്നെ KK സക്കരിയ സലാഹിയുടെ മുന്നിൽ, റഊഫ് മദനിയുടെ മുന്നിൽ, ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിയുടെ മുന്നിൽ അലിമുല്ലാക്ക എന്താണ് ഈ സാധനം? നിങ്ങൾ ആലോചിച്ച് നോക്ക്, മനസ്സിലാക്കണം. എന്നിട്ട് മൂപ്പരിങ്ങനെ ഇട്ടിട്ട് കണ്ടോ നബി അന്തം കമ്മി. നിങ്ങളുടെ ആ വായ കൊണ്ടത് പറഞ്ഞല്ലോ. ബുഹാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് പറഞ്ഞതിന്റെ പേരിൽ മുഹമ്മദ് നബി അന്തം കമ്മി എന്ന് വിളിച്ചാൽ നാവ് നിങ്ങൾക്ക് തോന്നിയാസൊക്കെ വിളിച്ചു പറയാ. ആരെങ്കിലും മൈക്കേട്ട് തരുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇസ്ലാമിനെയും മുസ്ലിമിനെയും മുജാഹിദുകളെയും ഖുർആാനിനെയും ഹദീസിനെയും ചോദ്യം ചെയ്താൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നിർവഹിക്കാനുള്ള ദൗത്യം ഞങ്ങൾ നിർവഹിക്കും കൃത്യമായി. എങ്കിലും കേട്ടോ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ രൂപത്തിൽ പ്രസംഗിക്കുന്ന, ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന, ഹദീസുകളെ ചോദ്യം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മറുപടി പറയൂ. 2 ഷബാബ ഞാൻ കാണിച്ചത്. നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോ കോപ്പി വേണമെങ്കിൽ ഞാൻ തരും. എന്തെങ്കിലും കട്ടിച്ചിട്ടുണ്ടോ മുറിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. ഇനി കണ്ടോളൂ, ഇനിയും കാണാം. അടുത്ത ഷബാബില് നഖം മുറിച്ചാൽ മുടി വെട്ടിയാൽ കുഴിച്ചിടാൻ മുഹമ്മദ് നബി പറഞ്ഞു. ഒരു ഷബാബില നഖവും മുടിയും മുറിക്കണം എന്ന് പറഞ്ഞു. അതെന്താ കാരണം? നഖവും മുടിയും മുറിച്ചു കളഞ്ഞിട്ട് അത് കുഴിച്ചിട്ടില്ലെങ്കിൽ അത് സിഹിർ ചെയ്യുന്നവർ ഉപയോഗപ്പെടുത്തിയേക്കാം. അത് നിങ്ങൾക്ക് എന്താ സിഹിർ? അതൊന്നുമില്ലയോ, സിഹിർ വലിക്കൂലെന്നല്ലേ? അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞതല്ലേ? എങ്കിൽ പിന്നെ മുടിയും നഖത്തിന് കുഴിച്ചിടണം, കൊണ്ടുപോയി കൊടുക്കവർക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ രൂപത്തിൽ വരെ ഷബാബിൽ ഈ അടുത്ത് ഓരോ കൊല്ലാണത് കൃത്യമായിട്ട് നമുക്കത് കാണാൻ കഴിയും. ഷബാബിൽ ഓരോ കൊല്ലത്തിലാണ് എഴുതിയത്. 2004 എഴുതി, 2005 എഴുതി, 2006 എഴുതി. നമ്മളല്ല എന്താ ഇതിന് മറുപടി പറയുന്നത്? നിങ്ങൾ ആരെയാണ് ഈ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? തീർന്നില്ല. CM മൗലവി ഒരു പുസ്തകം സിഹിർ നിഷേധിക്കാൻ വേണ്ടി എഴുതിയതാ. എന്നിട്ട് അതിൽ പോലും എഴുതി. എന്താ എഴുതിയത്? സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പണ്ഡിതന്മാരും സഹാബികളും താബികളും ഒക്കെ സിഹിർ യാഥാർത്ഥ്യാന്ന് പറഞ്ഞവരാണ്. ഈ പുസ്തകത്തിൽ കൃത്യമായിട്ട് എഴുതി, സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പണ്ഡിതന്മാരും സഹാബികള് താബികള് തബൗത്താബികൾ മുഴുവൻ സിഹിർ ഫലിക്കുമെന്ന് പറഞ്ഞവരാണ്. സിഹിർ യാഥാർത്ഥ്യം വന്ന മടവൂരികളുടെ ജംഇയ്യത്തുൽ-ഉലമയിൽപ്പെട്ട ആളാണ് ആര്? CM മൗലവി. ആലുവയിലുള്ള CM മൗലവി വരെ പച്ചയായി എഴുതി വെച്ചു.